ഹലോ ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കോളേജിൽ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് തുടക്കം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് കയറി ഇപ്പോൾ അതേപോലെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പം ഫുഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരാഴ്ചത്തെ ഫുഡിനെ കുറിച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എന്തൊക്കെയാണ്. കാരണം നമ്മൾ ഈ ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നടക്കും. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്ക് സംഭവിച്ചത്. കാരണം ഞാൻ പ്ലാൻ ചെയ്യാണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയാലല്ലേ നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആകെ ഒരു ടയർഡ്നെസ്സും പിന്നെ പറഞ്ഞല്ലോ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ തട്ടിമുട്ടി പോട്ടെ എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ അപ്പം എന്താ വെച്ചാൽ ഒത്തിരി സമയം നമ്മുടെ വേസ്റ്റ് ആവും. അതായത് എന്ത് വെക്കണം എന്നാലോചിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ നമ്മൾ തക്കാളി എടുക്കാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ തക്കാളി തീർന്നു എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ എന്താണ് നമ്മുടെ ഫ്രിഡ്ജിലുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു ധാരണയും ഉണ്ടാവില്ല. അപ്പം ഇന്നലെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്കിന്ന് കിച്ചണിലേക്ക് വന്നപ്പോൾ തൊട്ടേ അവിടെ പരിങ്ങി നിൽക്കേണ്ട ഒരു സമയമേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഷെടപടി കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്ന ഒരു സാധനമാണ് സോയ ഫ്രൈ. പി എ മോൾക്ക് സോയ ഫ്രൈ കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ അത് ഒരു അടുപ്പിൽ അത് കുറച്ച് ഒരു പിടി സോയ എടുത്തിട്ടിട്ടുണ്ട്, തിളപ്പിക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരണമല്ലോ. ആ സമയം കൊണ്ട് ഇപ്പുറത്തെ ചട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ അവിയലിനാണ് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ കൂട്ടൊക്കെ നേരത്തെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സമയത്ത് കൂട്ടായിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞാൻ മേടിക്കാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ അരിഞ്ഞ് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക അവിയലുണ്ടായിരുന്നു. അങ്ങനെ അവിയൽ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിയലാകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ അരിയുന്നതാണല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു സമയം എടുക്കുന്ന ഒരു കാര്യം. ബാക്കി വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ വേവുമില്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി എനിക്ക് ഇച്ചിരി നനവിലിരിക്കുന്ന അവിയലാണ് ഇഷ്ടം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുഴഞ്ഞ അവിയലാണ് എനിക്കിഷ്ടം. പക്ഷേ ഏട്ടന് ഇങ്ങനെ നെഞ്ചി വിരിച്ചിരിക്കുന്ന അവിയലിനാണ് ഇഷ്ടം. പിന്നെ പാലക്കാട് അവിയൽ അറിയാലോ, ഒരു വെള്ള കളറാണ്. എൻ്റെ നമ്മുടെ ഈ തെക്കൻ അവിയൽ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറൊക്കെയാണല്ലോ. എനിക്ക് എൻ്റെ അവിയലാണ് ഇഷ്ടം ഗൈസ്. അതിൽ പാലക്കാടുകാരെന്നോട് പിണങ്ങരുത്. പക്ഷേ എനിക്ക് നമ്മൾ ചിലപ്പം ജലിച്ച് വളർന്ന ഒരു ടേസ്റ്റ് കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒരു കറി പാലക്കാടും കൊല്ലത്തെ നോക്കുകയാണെങ്കിൽ അവിയലാണ് കേട്ടോ. എനിക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കറിയാണ് പാലക്കാടത്തെ അവിയൽ. പക്ഷേ ബാക്കി എനിക്ക് എല്ലാ നാട്ടിലെ അവിയൽ ഓക്കെയാണ്. അങ്ങനെ ഇതേണ്ടേ നമ്മുടെ അവിയൽ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി എന്താ ചോറ് വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞാൻ. പിന്നെ ഞാൻ എന്താ ഈ തപ്പുന്നത്, ടവലാണ്. നമ്മുടെ ചോറ് വാർക്കണ്ടി അതിന് വേണ്ടിയില്ല ടവൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ കണ്ടില്ലേ എല്ലാവരും, എണ്ണ അവിടെ നിന്നിട്ട് തേങ്ങ തിരികെ തരികയാണേ. അപ്പോൾ യൂഷ്വലി നമ്മൾ തേങ്ങയൊക്കെ നേരത്തെ തിരികെ വെക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, ഇടയ്ക്ക് വിട്ടുപോകും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് രാത്രി പറയുമ്പോഴത്തേക്കും ഈ തേങ്ങ തിരികുന്നതും തേങ്ങ പൊട്ടിക്കുന്ന സാധനം പൊട്ടിക്കാൻ എനിക്ക് അറിയേയില്ല കേട്ടോ. ഇപ്പോൾ അതിനുള്ള ഏതൊരു പ്ലേറ്റ് പോലെ ഒരു സാധനമൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഏട്ടനുള്ളപ്പോൾ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് പൊട്ടിക്കുന്നത്? ഏട്ടൻ അത് സുഖമായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നേരത്തെ നമുക്ക് മെയ്ഡ് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ അവർ തേങ്ങ തിരികെ വെക്കുകയായിരുന്നു. പിന്നെ ആളില്ലല്ലോ, അപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഏട്ടൻ എന്താ പറയുക തേങ്ങ തിരികെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിയലിനും വേണം, പിന്നെ നമുക്ക് ചമ്മന്തിക്കും വേണം. ഇന്ന് ഉപ്മാവും ചമ്മന്തിയാണല്ലോ. അപ്പം ഉപ്മാവിൽ ചിലർ അവസാനം തേങ്ങയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തേങ്ങ ഒരുപാട് ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ സാധനം ഇടാത്തത്. സാധാരണ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റും ബീൻസൊക്കെ ചില സമയത്ത് ഇടാറുണ്ട്, ചില സമയത്ത് ഒന്നുമില്ല. ക്യാരറ്റും ബീൻസൊക്കെ ആണെങ്കിൽ എടുത്ത് കളയും. അപ്പോൾ അതിലും ഭേദം ഇതാകുമ്പോഴത്തേക്കും വായി നിന്നെടുത്ത് കളയില്ല, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെല്ലുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്നും ഇടാറില്ല. ഇഞ്ചിയും പച്ചമുളകും സവാളയും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ എന്താ പറയുക സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോപ്പിംഗ് ആണ് നടക്കുന്നത്. അയ്യോ, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര കൈവേദനയായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ ചോപ്പർ ഭയങ്കര എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ, ഏത് ബ്രാൻഡിൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നെന്ന് തോന്നുന്നു. ഇതായിരിക്കും എളുപ്പമെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ സംഭവമൊക്കെ നല്ലതാണ്. പക്ഷേ
എൻ്റെ ആരോഗ്യം കുറഞ്ഞിട്ടാണോ എന്തോ എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈയൊക്കെ വേദനിച്ചു. എന്താണെങ്കിലും കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാനിങ്ങനെ ചോപ്പർ സ്റ്റക്കാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസിൽ, ലൈക്ക് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്താൽ മതി. അത് ശരിക്കും വർക്കൗട്ട് ആയി കേട്ടോ. അപ്പോൾ താങ്ക് യു. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും താങ്ക് യു സോ മച്ച്. അത് നല്ലൊരു ടിപ്പായിരുന്നു കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ മോഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ആ ബ്ലേഡ് കട്ടായി, മീൻസ് എന്താണോ സ്റ്റക്കായിരിക്കുന്നത് കട്ടായി പോകുന്നുണ്ട്. അപ്പം സക്സസ്ഫുള്ളി നമ്മുടെ ചോപ്പർ കുട്ടനിൽ ഇതാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സവാള. അപ്പോഴത്തേക്കും നമ്മുടെ സോയ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഈ ചൂട് വെള്ളത്തിൽ നിന്ന് മാറ്റി നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇടണം. എന്നിട്ട് കുറച്ച് നേരം പിഴിഞ്ഞ് മാറ്റി വെക്കണം. അതാണ്. അപ്പം ഞാൻ പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോയ ഫ്രൈ എന്ന് പറയുന്നത് പിയയ്ക്ക് മാത്രമാണ്. അപ്പോൾ പിയയുടെ ഒരു ഫ്രണ്ട്, പിയയുടെ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ടാണ് ശ്രീഭദ്ര. അപ്പോൾ ശ്രീഭദ്ര കുട്ടി ഇത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് വെച്ച് ശ്രീഭദ്രയുടെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഒന്നുമില്ല, നോർമലി നമ്മൾ ചെയ്യുന്നതാണ്. ഞാനപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെയൊക്കെ സാധനങ്ങളൊക്കെ ഇടുമായിരുന്നു നേരത്തെ. പക്ഷേ അവൾക്കതൊന്നും അല്ലായിരുന്നു ഇഷ്ടം എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. സാധാരണ സോയയിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വളരെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ സോയ ഫ്രൈ റെഡിയാണ്. പിന്നെ ഞാൻ കുട്ടികളൊക്കെ ഇത്രയൊക്കെ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോള് എണ്ണ കൂടി പോയാൽ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ സോയ ഫ്രൈ ചെയ്ത് കൊടുത്തപ്പോൾ അമ്മ നല്ലതായിരുന്നു, പക്ഷേ കുറച്ച് എണ്ണ കൂടിപ്പോയിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോഴും കുഞ്ഞായതുകൊണ്ടായിരിക്കാം. 9 വയസ്സായ കുട്ടി ഇതൊക്കെ പറയുമോ? നിങ്ങളുടെയൊക്കെ 9 വയസ്സായ കുട്ടി അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ആളങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ വെച്ചിട്ട് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ഇതൊക്കെ ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവുകയുള്ളൂ. കാരണം ആ സമയമാകുമ്പോഴത്തേക്കും ചൂടോടെ ചെയ്ത് കൊടുക്കാമല്ലോ. ഇത്രയും രാവിലെ ഫ്രൈ ഐറ്റം ചെയ്ത് വെക്കേണ്ടല്ലോ എന്ന് വെച്ചു. അങ്ങനെ അതെല്ലാം അവിടെ സെറ്റാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെന്താ, നമ്മുടെ അവിയൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം വേവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഏട്ടൻ എൻ്റെ ഇടയിൽ കൂടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചേട്ടാ അതിൻ്റെ ആ പാത്രം എടുത്തരും, ഈ പാത്രം എടുത്തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ആ ബാസ്ക്കറ്റിൽ നിന്ന്. അപ്പോൾ ബാസ്ക്കറ്റിൽ രാത്രി കഴുകി വെച്ച കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം തോരാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിനി എടുത്ത് വെക്കുകയുള്ളൂ. ഇത്രയും രാവിലെ അത് എടുത്ത് വെക്കാറില്ല. ശരിക്കും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ അത് ക്ലിയർ ചെയ്യാം. പക്ഷേ പോകുന്ന ധൃതിക്ക് നമുക്കത് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാനൊക്കെ എൻ്റെ അടുത്ത് അത് എൻ്റെ അകത്തുനിന്ന് ആ പാത്രം അവിടെ എൻ്റെ അകത്ത് ഉണ്ടാവും, ഒന്ന് എടുത്തു തരും കേട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കാരണം മോൾ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ മോളെ ശബ്ദം കേൾപ്പിക്കാണ്ട് ഒച്ച വെക്കാണ്ട് ഈ പാത്രങ്ങൾ എടുക്കുന്നത് ഇറ്റ്സ് എ ടാസ്ക്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ഇപ്പോഴും നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ് പിയയ്ക്ക്. ഈ പ്രാവശ്യം ഉപ്മാവും ചമ്മന്തിയും വേണമെന്ന് പിയ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആൾ പറയുന്നത് പോലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും കുട്ടികളുടെ ടേസ്റ്റുകളൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. പണ്ട് കഴിക്കാത്ത പല കാര്യങ്ങളും ഇപ്പം കുറച്ച് താല്പര്യത്തോടൊക്കെ കഴിച്ച് തുടങ്ങിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒന്നും ഫോഴ്സ് ചെയ്യാറില്ല, തോന്നുമ്പോൾ കഴിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. എനിക്കിനി എഗ്ഗും കൂടെ ഒന്ന് കഴിപ്പിക്കണം. എഗ്ഗ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ പറയും ഞാൻ കഴിക്കാം അമ്മ എന്നൊക്കെ പറയുമെങ്കിലും എഗ്ഗ് ഇതുവരെ കഴിച്ച് തുടങ്ങിയിട്ടില്ല. തീരെ ചെറുതിലെ കഴിക്കായിരുന്നു കേട്ടോ, ഇപ്പം എന്തോ കഴിക്കണില്ല. അങ്ങനെ എന്താ പറയുക, ഏട്ടൻ ചെറിയ ചൂട് വെള്ളമൊക്കെ കുടിക്കണം. ഞാൻ എൻ്റെ തൈറോയിഡ് ഗുളികയും ഒക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ ആ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട് വിശേഷം? മഴയും ഒക്കെ ഉണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ടോ? നമ്മുടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഇടിയും. അയ്യോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പേടിച്ച് ഞാനും പിയും കൂടി പിന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട്. പിയൊക്കെ എന്നെ കാട്ടി ധൈര്യമുണ്ട്. പിന്നെ എന്താണ്, അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, എൻ്റെ അമ്മയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ല, തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മ താമസിക്കുന്നത്, ഫ്ലാറ്റിൽ. അപ്പം അമ്മേനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ ഫോണിൽ തന്നെ സംസാരിക്കുക, അയ്യോ മോളെ വെക്ക് മോളെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ വരും പോവും, കെടും അടയും എന്ന് പറയുന്നത് പോലെ, രണ്ടും ഒന്നല്ലേ. അങ്ങനെ അത് സംഭവം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്നാലും പേടിച്ച് തണുപ്പായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. എന്തായാലും ഈ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ ഇടി മിന്നലും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം പേടിയാണ് ഗൈസ്, അതാണ്. അപ്പോൾ അതേ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുഴഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം തുറന്നിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കിങ്ങനെ ചിക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഉപ്മാവാണ്. ഇതിൻ്റെ ഒരു ടിപ്പ് വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ ഓഫ് മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഉപ്മാവ് വിൽ ബി വെരി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. പക്ഷേ ഞാനതൊന്നും ഇട്ടില്ല, വെറുതെ ജസ്റ്റ് ഉപ്മാവ് ആക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ, പക്ഷേ ഇട്ടിട്ടില്ല ഒന്നും.
പിന്നെ പിന്നെ എന്തെങ്കിലും വിശേഷം ഇതിൻ്റെ ഇടയിൽ പി എ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായി ഗൈസ്. രാവിലെ ഞാൻ വേറെ എന്തൊരു സാധനം എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും പി എ രാവിലെ എണീച്ച് വന്നാൽ നമ്മൾ പറയാറുണ്ട്, തിരിച്ചുകൊണ്ട് കിടത്താറുണ്ട്, മോളെ ഉറങ്ങണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് ഒളിച്ച് നിൽക്കുന്ന കുട്ടി. അപ്പം നമ്മളിനി മോളെ പോയി ഉറങ്ങുന്നൊക്കെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആളിങ്ങനെ പതുങ്ങി അവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അയ്യോ എനിക്ക് കഷ്ടം തോന്നി, പക്ഷേ ഞാൻ പേടിച്ചു ഗൈസ്. കാരണം പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ വന്ന് നിൽക്കുന്ന പോലെയാണ് തോന്നിയത് ഫ്രിഡ്ജിലൊരു സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ എൻ്റെ പിയക്കുട്ടീനെ കൊണ്ടുപോയി കിടത്തി ഉറക്കി. ഞാനും കുളിച്ചതേ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇന്ന് ഞാൻ വെച്ച് മേക്കപ്പ് ചെയ്യുന്നത് കൂടെ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇതാണ് നമ്മൾ വേറെ ഒരു ലോങ് വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് നമ്മുടെ റുട്ടീൻ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണേ. താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. ചിലപ്പോൾ മേക്കപ്പ് ഒന്നും ചിലർക്ക് ഇഷ്ടമാവില്ല, ചിലർ ചെയ്യുന്നില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കാണാനെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താണെങ്കിലും ചെയ്യുന്നേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. മേക്കപ്പ് ചെയ്യുന്നത്, നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ ഒന്ന് ഓവറാക്കണം എന്നല്ല പറയണേ, പക്ഷേ എങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകണം എന്നില്ല. നമ്മൾ ഒരുങ്ങണമെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നത് ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താണ്ട് നമ്മുടെ മേക്കപ്പ് ഒരു സിമ്പിൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 അല്ല, ശരിക്കും ഒരു 5-6 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്ത് വിചാരിച്ചു, വീഡിയോയും കൂടെ ചെയ്യല്ലേ, അപ്പം ഞാൻ കുറച്ച് സമാധാനമായിട്ട് പയ്യെ ചെയ്തു. അങ്ങനെ എൻ്റെ സമയമെല്ലാം പോയി ഗൈസ്. പിന്നെ ഓടി പോകേണ്ടി വന്നു. അപ്പം ഇന്ന് ചേച്ചി എനിക്കിപ്പം നമ്മുടെ ഇപ്പോൾ വിൻ്റർ ആവുമല്ലേ, അപ്പോഴത്തേക്കും ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് ചാപ്പി ഡ്രൈ ആവുന്നുണ്ട്. അപ്പം ഞാൻ നല്ലൊരു ലിപ് ബാം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചിയാണ് പറഞ്ഞത് ലിപ് ബാമിനെ കാട്ടിലും ലിപ്പ് ഓയിൽ നല്ലതാണ്. അങ്ങനെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ഓയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല, ഇന്ന് ജസ്റ്റ് കുറച്ച് എന്താ പറയുക ലിപ്പ് ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടിൻറ്റഡ് ഒരു PH ലിപ്പ് ഓയിലാണ് കേട്ടോ. നല്ലതാണ്, വെരി അഫോർഡബിൾ, ലൈക്ക് 250 സംതിങ്ങേ ഉള്ളൂ. അങ്ങനെ അത്രയേ ഉള്ളൂ. അതിൻ്റെ ലിപ്പ് എന്താ പറയുക ലിപ്പ് ഓയിലും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മോയ്സ്ചറൈസിങ് ആണ്. അങ്ങനെ അതും ഇട്ട് പിന്നെ കുറച്ച് ഇന്ന് കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ മസ്കാരയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സമയം പോയി ഗൈസ്. അങ്ങനത്തെ ഞാൻ രാവിലെയാണ് തല കുളിക്കുക കേട്ടോ. എനിക്ക് വൈകുന്നേരം വന്ന് തല കുളിക്കൽ ശരിയാവില്ല. രാവിലെ തല കുളിച്ചില്ലെങ്കിലും എനിക്ക് ശരിയാവില്ല. ഇന്നും തല നനയ്ക്കരുതെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കതാണ് ഒരു സുഖം. അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ലേറ്റായി, ഇനിയിപ്പോൾ സ്പീഡിൽ ഓടിപ്പോട്ടെ. അതേ അങ്ങനെ കോളേജിലെത്തിയപ്പോഴത്തേക്കും കോളേജിലത്തെ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ കറി, ഫിഷ് കറി, അതേപോലെ കപ്പ മീൻ, കപ്പ ഫിഷ്, രണ്ടും ഒന്നല്ലേ, പിന്നെ കപ്പ ബീഫ്, കപ്പ ചിക്കൻ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ അരിപ്പത്തിരി, പിന്നെ നൂഡിൽസ്, പിന്നെ കുറേ സാധനങ്ങൾ അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കേക്ക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെൽ ഓർഗനൈസ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. കൃത്യമായിട്ട് അവരെല്ലാ കാര്യങ്ങളും വെൽ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഓരോ ടീച്ചേഴ്സും. അപ്പോൾ നമ്മുടെ ഒരു കോളേജിൻ്റെ വൈബ് എന്ന് പറയുന്നത് തന്നെ ഈ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളുടെ ഓരോ ഇങ്ങനത്തെ കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് നമ്മുടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇവർ വീട്ടിൽ കുറേ കുട്ടികൾ തന്നെ കുക്ക് ചെയ്തതാണ്. പിന്നെ അവരുടെ അമ്മമാരും ഒക്കെ കുക്ക് ചെയ്ത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ് നമ്മളിവിടെ സെർവ് ചെയ്തത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഗ്രാമായിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കോളേജിൻ്റെ വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പി എ പറയുന്നത്, പി എക്ക് ഇന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു, ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ DJ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളും നന്നായിട്ട് എൻജോയ് ചെയ്തു, ഞാനും ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ.